എൻ്റെ പേര് അർച്ചന പത്മിനി എന്നാണ്. ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. WCCR ഫിലിം ഫെസ്റ്റിവൽ എടുത്ത് ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം, നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ, ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫെഫ്കയിൽ. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ ഒരു അഡ്രസ്സും അതിൻ്റെ പേരിലില്ല. മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ട ഒരു അനുഭവം, ഷെറിൻ സ്റ്റാൻഡി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല. വീണ്ടും ഒരു വെർബൽ റേപ്പിന് എനിക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസിൽ പോയില്ല. ഇല്ല, ഐ ഡോണ്ട് നോ. ഞാൻ വളരെ ഇൻഡിപെൻഡന്റ് സിനിമകളൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അധികം അറിയില്ല. അപ്പോൾ ഇവർ സംസാരിക്കുന്നു, ഇവർ നീതി തരുന്നു എന്ന് പറയുന്നു. ഇപ്പം റേപ്പിസ്റ്റിന്റെ കൂടെ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോകണമെന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഉളകളുടെ പുറകെ നടക്കാൻ സൗകര്യമില്ല. നമസ്കാരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പലതരത്തിലുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ടിലെ പലതും പൂഴ്ത്തിവെച്ച സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം കനക്കുമ്പോൾ ഒരു വിഭാഗം ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ട് നിങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നാണ്. പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ മാത്രമേ നടപടി എടുക്കാൻ കഴിയൂ എന്നായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ പോലും വാദം. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് താങ്കൾ പരാതി നിയമപരമായി കൊടുക്കുന്നില്ല എന്നതിനുള്ള മറുപടി പറയുകയാണ് നടി അർച്ചന പത്മിനി. ഇന്ത്യയൊട്ടാകെ മീടു വിവാദം തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് അർച്ചനയുടെ ആരോപണവും ഉയർന്നു വന്നത്. നടൻ മുകേഷിൽ നിന്നും നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് കാസ്റ്റിംഗ് ഡയറക്ടറായ മെറിൻ ജോസഫ് ആയിരുന്നു മലയാളത്തിലെ മീടു പരമ്പരയ്ക്ക് തിരികൊളുത്തിയത്. ഇതിനു പിന്നാലെ കത്തിപ്പടരുന്ന വിവാദങ്ങൾ ചെന്നെത്തിയത് ചിന്തിക്കാൻ പോലും പറ്റാത്ത തലങ്ങളിലേക്കായിരുന്നു. പല നന്മ മരങ്ങളും കടപുഴകി വീഴുകയായിരുന്നു. ഇക്കൂട്ടത്തിലേറെ ചർച്ചയായ ഒരു വിഷയമായിരുന്നു നടി അർച്ചന പത്മിനി ഉന്നയിച്ചത്. WCCയുടെ വാർത്താ സമ്മേളനത്തിനിടയിലാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവത്തെക്കുറിച്ച് യുവ അഭിനേത്രിയായ അർച്ചന തുറന്നു പറഞ്ഞത്. മമ്മൂട്ടി നായകനായി എത്തിയ പുള്ളിക്കാരൻ സ്റ്റാർ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടയിൽ വെച്ച് തനിക്ക് നേരിട്ട മോശം അനുഭവത്തെക്കുറിച്ച് അന്ന് ഫെഫ്കയിൽ പരാതി നൽകിയിരുന്നുവെന്നും എന്നാൽ ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഇവർ പറഞ്ഞിരുന്നു. വീണ്ടും ഫെഫ്കയെ സമീപിക്കാത്തതിനെക്കുറിച്ചും പോലീസിൽ പരാതി കൊടുക്കാത്തതിനെക്കുറിച്ചും ചോദിച്ചപ്പോൾ തനിക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നും ഈ ഊളകളുടെ പിന്നാലെ നടക്കാൻ സമയമില്ല എന്നുമായിരുന്നു അർച്ചന പറഞ്ഞത്. എന്നാൽ താരം പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്നും പരാതിയിൽ അന്ന് തന്നെ നടപടി സ്വീകരിച്ചിരുന്നുവെന്നും വ്യക്തമാക്കി ബി ഉണ്ണികൃഷ്ണനും രംഗത്ത് വന്നു. മെഗാസ്റ്റാർ നായകനായി എത്തിയ പുള്ളിക്കാരൻ സ്റ്റാർ എന്ന ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ തനിക്ക് നേരിടേണ്ടി വന്ന മോശം അനുഭവത്തെക്കുറിച്ചാണ് അർച്ചന തുറന്നു പറഞ്ഞത്. പ്രൊഡക്ഷൻ കൺട്രോളറായ ബാദഷയുടെ സഹായി ഷെറിൻ സ്റ്റാൻലിയിൽ നിന്നും വളരെ മോശമായ സമീപനമാണ് ഉണ്ടായത് എന്ന് താരം പറഞ്ഞു. മുൻനിര അഭിനേത്രികളിൽ ഒരാളായ നടി ആക്രമണത്തിനിരയായ സംഭവത്തിൽ പോലും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സംഘടനകൾ തന്നെ പോലുള്ളവരുടെ കാര്യത്തിൽ എന്ത് സ്വീകരിക്കാനാണ് എന്ന ചോദ്യത്തോടെയായിരുന്നു അവർ തന്റെ അനുഭവം തുറന്നു പറഞ്ഞത്. സിനിമയുടെ അണിയറ പ്രവർത്തകരോട് ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും ആ വ്യക്തിക്കൊപ്പം ഇനി ജോലി ചെയ്യാനാവില്ല എന്നും താൻ അറിയിച്ചിരുന്നു. ആദ്യ ഷെഡ്യൂളിന് ശേഷം താൻ പോയിരുന്നില്ല. സംവിധായകനും തിരക്കഥാകൃത്തും ഇതേക്കുറിച്ച് അയാളോട് ചോദിച്ചപ്പോൾ അയാൾ അത് സമ്മതിക്കുകയും ചെയ്തതാണ്. ചിലരൊക്കെ വ്യക്തിപരമായി തന്നോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അയാൾ ഈ സിനിമയുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സിനിമ തീരും വരേക്കും അദ്ദേഹം ഒപ്പമുണ്ടായിരുന്നുവെന്നും താരം പറയുന്നു. ഫെഫ്കയ്ക്ക് ഈ സംഭവത്തെക്കുറിച്ച് താൻ പരാതി നൽകിയിരുന്നുവെന്നും അംഗങ്ങളെല്ലാം പങ്കെടുത്ത യോഗത്തിനിടയിൽ വെച്ചും ഇക്കാര്യത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നുവെന്നും ഇവർ പറഞ്ഞു. സംവിധായകന് കാരണം കാണിക്കൽ നോട്ടീസ് അയക്കുമെന്നും 6 മാസം കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുമെന്നും അത് തന്നെ അറിയിക്കുമെന്നുമായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ഇന്നുവരേക്കും തനിക്ക് അത്തരത്തിൽ രേഖാമൂലമുള്ള യാതൊരുവിധ അറിയിപ്പുകളും ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഈ വ്യക്തി ഇന്നും സിനിമയിൽ സജീവവുമാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നവരോട് അർച്ചനയ്ക്ക് പറയാനുള്ളത്,
താൻ നേരിട്ട ഈ അനുഭവങ്ങൾ തന്നെയാണ്. ചവറ്റുകുട്ടയിൽ എറിയപ്പെടാനുള്ള വെറുമൊരു കടലാസ് കഷ്ണമാകാൻ വേണ്ടി എന്തിന് നിന്നു കൊടുക്കണമെന്ന അർച്ചനയുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പലരെയും പിന്തിരിപ്പിക്കുന്നത്. നീതി എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് എങ്കിലും ഇന്ത്യൻ നിയമത്തിൽ അതിന്റെ കോർട്ട് പ്രൊസീജിയർ, അത് ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ്, അതിനേക്കാൾ ഭീകരമായ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ, ഇതെല്ലാം മറികടക്കാൻ എല്ലാവരും അതിജീവിതമാരല്ല. ആ അതിജീവിത നമുക്ക് മുന്നിൽ വലിയൊരു മാതൃകയാണ്. എന്നാൽ പീഡനത്തിന് ഇരയായതുകൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരുപാട് പെണ്ണുങ്ങളും പെൺകുട്ടികളും ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്നും അതിന്റെ ട്രോമയിൽ ജീവിക്കുന്നവരുമുണ്ട്. അതെല്ലാം ഓവർകം ചെയ്ത് ജീവിക്കുന്നവരുമുണ്ട്. എന്നാൽ ഇവിടെ അർച്ചന പറയുന്നത് പോലെ വേട്ടക്കാരനൊപ്പം മാത്രം നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർ തലപ്പത്തിരിക്കുമ്പോൾ വെറുതെ പരാതി കൊടുത്ത് ഇവനൊന്നും വേണ്ടി സമയം പാഴാക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് ചിന്തിച്ചാലും തെറ്റു പറയാനാകില്ല. എൻ്റെ പേര് അർച്ചന പത്മിനി എന്നാണ്. ഞാൻ വളരെ ചെറിയ റോളുകളൊക്കെ സിനിമയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അസിസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. WCC ഫിലിം ഫെസ്റ്റിവലിൽ എടുത്ത് ക്യൂറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയണം. നിങ്ങൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല അല്ലെങ്കിൽ പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേ, ഞാനൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു FEFCയിൽ. ശ്രീ B ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹമാണ് എൻ്റെ പരാതി സ്വീകരിച്ചിട്ടുള്ളത്. ഇതുവരെ ഒരു അഡ്രസ്സും അതിൻ്റെ പേരിലില്ല. മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് എനിക്കുണ്ടായ വളരെ മോശപ്പെട്ടൊരു അനുഭവം. ഷെറിൻ സ്റ്റാൻഡി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ അതിലിപ്പോഴും സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പോലീസ് പരാതി കൊടുത്തിട്ടില്ല. വീണ്ടും ഒരു വെർബൽ റേപ്പിന് എനിക്ക് കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത്തരം മോശപ്പെട്ട അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോലീസിൽ പോയില്ല. ഇല്ല, ഐ ഡോണ്ട് നോ. ഞാൻ വളരെ ഇൻഡിപെൻഡന്റ് സിനിമകളൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ഈ ഇൻഡസ്ട്രിയുടെ സ്വഭാവങ്ങൾ അധികം അറിയില്ല. അപ്പോൾ ഇവര് സംസാരിക്കുന്നു, ഇവര് നീതി തരുന്നു എന്ന് പറയുന്നു. ഇപ്പൊ റേപ്പിസ്റ്റിന്റെ കൂടെ നീതി എന്ന് പറയുന്ന സിനിമ ചെയ്യാൻ പോകണമെന്നാണ് ഞാൻ കേൾക്കുന്നത്. എനിക്കറിയില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഊളകളുടെ പുറകെ നടക്കാൻ സൗകര്യമില്ല. ഈ ഊളകളുടെ പുറകെ നടക്കാൻ സൗകര്യമില്ല.